ഹായ്. സുരമോളുടെ അച്ഛൻ്റെ നാട്ടിലെ ചോറൂണൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരുവനന്തപുരം അരുവിപ്പുറത്തിനാണ് പോകുന്നത്. അടൂർ കൊട്ടാരക്കര വഴിയാണ് പോകുന്ന വഴിയൊക്കെ നല്ല സൂപ്പർ വഴികൾ. നോമ്പും കൂടി ആയതുകൊണ്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പി ഞങ്ങൾ കുറെ അലഞ്ഞു. പിന്നെ കിട്ടിയത് നല്ലൊരു ഹോട്ടലുമാണ്. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ സുരമോളുടെ ഫാൻസ് അവിടെയും ഉണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചു വന്നപ്പോൾ അത് ഫാൻസ് ആയിരുന്നില്ല. സുരമോളെ കണ്ടപാടെ ഇഷ്ടപ്പെട്ട് ആൾക്ക് കൊത്തി തോന്നി എടുത്തതാണെന്ന് പറഞ്ഞു. എൻ്റെ ഡ്യൂട്ടി പോയാലും വേണ്ടില്ല, ഞാൻ സുരമോളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമെന്നും പറഞ്ഞ് ഒരു കുട്ടി വന്നു. അങ്ങനെ നമുക്ക് ഭക്ഷണം വിളമ്പി തരാൻ വന്ന കുട്ടി സുരമോളുമായി കൂട്ടായി. അങ്ങനെ അവിടെ നിന്നും നല്ല മസാല ദോശയും കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ വീണ്ടും യാത്ര തിരിച്ചു. ചടയമംഗലം ഭാഗത്തെത്തിയപ്പോൾ ജഡായുവിനെ കണ്ട് സനാമയ്ക്ക് കൊതി. ജഡായു പാറയിൽ പോകാമെന്ന്. സമയം ഒരുപാട് വൈകിപ്പോയി. നേരം ഏകദേശം ഇരുട്ടാറായി. അതുകൊണ്ട് തന്നെ ജഡായു പാറയൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം ആകാമെന്ന് പറഞ്ഞ് വഴിയിലെത്തി കുറച്ച് സമയം ജഡായിനെ ആസ്വദിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഏകദേശം രാത്രി 8 മണിയോട് കൂടി ഞങ്ങൾ അരുവിപ്പുറത്തെത്തി. ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു. അവിടെ പ്രധാനപ്പെട്ട സ്വാമിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്വാമി നമുക്ക് മുറി അനുവദിച്ചു തന്നു. പക്ഷേ അവിടെയുള്ള മുറികളെല്ലാം മുകളിലത്തെ നിലയിലാണ്. സ്റ്റെപ്പുമായി സനാമയെ കയറ്റുന്നത് ഒരു ടാസ്ക് ആയി മാറി. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന ലഗേജുകളെല്ലാം വാരി മുകളിലേക്ക് എത്തിച്ച് അങ്ങനെ സനാമയും ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് എത്തിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തു തന്നു. വൈകിട്ടത്തെ ഭക്ഷണം ഇന്ന് ക്ഷേത്രത്തിലെ കുക്ക് ലീവ് ആയിരുന്ന കാരണം അവിടെ കഞ്ഞിയായിരുന്നു. അങ്ങനെ നല്ല മനോഹരമായ കഞ്ഞിയും ഒരുപാട് കറികളും കൂട്ടി ആസ്വദിച്ച് കഴിച്ചിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം നടത്താനുള്ള പൂജകളുടെ കാര്യങ്ങളും അതിന് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു. കൃത്യം 4 മണിക്ക് തന്നെ ക്ഷേത്രം നട തുറക്കും. അമ്മ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് വൈകിയാണ് എണീറ്റത്. റൂമിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ കാണുന്നത് അരുവിയാണ്. അരുവിയിൽ കുളിക്കുക എന്നുള്ളത് ഒരു മഹാസംഭവം തന്നെയാണ്. കാരണം വന്നതിന്റെ പ്രയോജനത്തിൽ ഒരു ഭാഗം നഷ്ടമാകും. അങ്ങനെ രാവിലെ തന്നെ അരുവിയിൽ കുളിക്കാനുള്ള പരിപാടികൾ തുടങ്ങി. സുരമോളയും കൂട്ടി നേരെ അരുവിപ്പുറത്തെ അരുവിയിലേക്ക്. ഇതാണ് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ശങ്കരൻകുഴി എന്ന് പറയുന്ന ഭാഗം. ശ്രീ നാരായണ ഗുരുദേവൻ നേരിട്ട് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് അരുവിപ്പുറം ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവപ്രതിഷ്ഠ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വിഗ്രഹം കണ്ടെടുത്തത് ഈ ശങ്കരൻകുഴി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമാണ്. അവിടെയാണ് സുരമോളുമൊത്ത് നമ്മൾ ഒന്ന് മുങ്ങി നിവരാൻ പോകുന്നത്. ആദ്യം വെള്ളം കണ്ടപ്പോൾ ആൾക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ വന്നു. പിന്നീട് അതുമായിട്ട് അഡ്ജസ്റ്റ് ആകാൻ തുടങ്ങി. സനാമയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റൂമിന്റെ ടോപ്പിൽ തന്നെ ഏറ്റവും അറ്റത്തെ ഭാഗത്ത് സനാമയെ കൊണ്ടിരുത്തി. പാച്ചപ്പൻ വീൽചെയറുമായി മുകളിൽ കയറി വന്നു. അങ്ങനെ വീൽചെയറിൽ ഇരുത്തി സനാമയെ ഏറ്റവും അറ്റത്ത് കൊണ്ടുവരുത്തി. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ സനാമയ്ക്ക് നല്ല വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ സനാമയെ സെറ്റ് ചെയ്ത് നിർത്തി. ആദ്യം സുരമോൾക്കൊരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ വന്നെങ്കിലും പിന്നീട് അച്ഛൻ വെള്ളത്തിൽ ചാടുന്ന കണ്ടപ്പോൾ മോൾക്കൊരു കൊതി, മോൾക്കും കൂടെ ചാടണമെന്ന്. അങ്ങനെ തുള്ളിച്ചാട്ടവും ബഹളവും ഒക്കെയായി നേരെ അവളും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം സുരമോളെ അത്ര പരിചിതമല്ലാത്ത ഒരു സ്ഥലമല്ലേ ഇത്. പിന്നെ തന്നെയുമല്ല, മോളെ ഇത്തരം സാഹചര്യത്തിലൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ ഏത് തരത്തിൽ വരെ പോകുമെന്നുള്ളതിനെ കുറിച്ചുള്ള പേടിയും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇത് ഒഴുക്ക് ജലമാണ്, അങ്ങനെ കാര്യമായ ഇൻഫെക്ഷൻ ഒന്നും വരാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടി കിട്ടിയതുകൊണ്ട് നേരെ മോളെ അതിലേക്ക്